ഹലോ ഹൈഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമ്പുടിക്കുഞ്ഞ് അപ്പോൾ ഇന്ന് കട്ടക്കളിപ്പിലാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അമ്പുടിക്കുഞ്ഞിന് വാക്സിനേഷൻ എടുക്കാനായിട്ട് പോവാട്ടോ. രാവിലെ തന്നെ ഉഷാറൊന്നും ഇല്ല, എന്നാലും ഇതേ കണ്ണെഴുതി പൊട്ടുന്നിട്ട് സുന്ദരിയായിട്ട് നമ്മളാണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് അമ്പുടിക്കുഞ്ഞിനെ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അമ്പുടി പച്ചല പറിച്ച് വായിലിട്ടുള്ളപ്പേ. അപ്പോൾ അമ്പുടിക്കുഞ്ഞിൻ്റെ വായിനതേ നമ്മൾ പച്ചിലയൊക്കെ പറിച്ചെടുത്തു. നമ്മുടെ ജമീലാമ്മ ഇവിടെ റെഡി ആയിട്ട് ഇതിപ്പുണ്ട് കേട്ടോ. ജമീലാമ്മ കട്ടക്കളിക്കാറില്ലാത്തതുകൊണ്ട് അമ്പുടൂനെ ഞാൻ ജമീലാമ്മനെ ഏൽപ്പിച്ചു കേട്ടോ. അമ്പുടൂനൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പസ്സാണെങ്കിൽ എന്താ ചെയ്യാനാ, അമ്പുടൂന് 9ാം മാസത്തിൽ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ടൈം കഴിഞ്ഞു പോയി. എന്നാലും നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ അമ്പുടിക്കുഞ്ഞിനെ നാല് കൊണ്ടുപോവാണ്. ഓട്ടോയിലിരുന്ന് കുഞ്ഞാവ് ഉറങ്ങുമായിരിക്കും കേട്ടോ. വെയിറ്റ് ചെയ്യാം, ഓട്ടോ ഇപ്പോൾ വരും. അപ്പോൾ ഉറക്കത്തിൻ്റെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ അമ്പുടിക്കുഞ്ഞിനെ ഉറക്കാനായിട്ട് ജമീലാമ്മനെ ഏൽപ്പിച്ചു കേട്ടോ. അപ്പോൾ അത് ഉറങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അവളങ്ങനെ ചാഞ്ഞ് കിടക്കണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഉറങ്ങുമെന്ന്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വണ്ടി വന്നു. അപ്പോൾ ഞാനും കുഞ്ഞാവേ അമ്മച്ചിയും കൂടെ ഓട്ടോയിൽ കയറി ഹോസ്പിറ്റലിൽ പോകാട്ടോ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ അമ്പുടിക്കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ. എങ്ങോട്ടാണ് ഈ യാത്ര എന്നൊക്കെയുള്ള ചിന്തയിലാകുമ്പോൾ നമ്മൾ നമ്മുടെ വീടിനടുത്തുള്ള വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ചാണ് നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയത്. കാരിക്കോട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് എത്തിയത്. അപ്പോൾ അമ്പുടും അമ്മച്ചിയും കൂടെ ആയിട്ട് ആദ്യം കയറിപ്പോയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പുറകിപ്പോയി. അപ്പോൾ ഇന്ന് എന്താ പറയുക, നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും തന്നെ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കാൻ വേണ്ടി വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ രജിസ്റ്ററൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ ആണെങ്കിൽ അമ്പുടുവിൻ്റെ പേര് കാര്യങ്ങളെല്ലാം ഞാനവിടെ രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഈ അമ്പുടിക്കുഞ്ഞിനെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തു കേട്ടോ. പക്ഷേ എന്താവും എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ കണ്ണെഴുതി പൊട്ടും തൊട്ടിരിപ്പുണ്ടായിരുന്നു. പക്ഷേ ആണെങ്കിൽ അത് ഓർത്തപ്പോൾ ഭയങ്കര സങ്കടമായി. പക്ഷേ അവളുടെ കരച്ചിൽ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ എന്താണെങ്കിലും ഇത് ഇഞ്ചക്ഷൻ എടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റില്ല. കാരണം ആ സമയത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് അമ്പുടിക്കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് അത്രയ്ക്ക് സങ്കടമൊക്കെ തോന്നി. പക്ഷേ പിന്നെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 9ാം മാസത്തിലെ വാക്സിന് വലിയ വേദന ഉണ്ടാവില്ല, പനിക്കില്ല എന്നൊക്കെ കേട്ടോ പറഞ്ഞത്. അതുകൊണ്ട് ഒരു ചെറിയ ടെൻഷൻ കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാക്സിനൊക്കെ എടുത്തിട്ട് തിരിച്ച് അമ്പുടിക്കുഞ്ഞിൻ്റെ കുളിസൊന്ന് മാറിയെടുക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ അടുത്തുള്ള വെള്ളിക്കടയിൽ വന്നായിരുന്നു കേട്ടോ. വട്ടക്കളം എന്നാണ് കടയുടെ പേര്. അപ്പോൾ അമ്പുടിക്കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ വട്ടക്കളം വെള്ളിക്കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈടെയായിട്ട് നമ്മുടെ അമ്പുടിക്കുഞ്ഞ് ചെറുതായിട്ട് കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ട് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴത്തേനും ആരെയും അറിയാതെ കട്ടിലേൽ നിന്ന് എണീച്ചിരിപ്പൊക്കെയാണ്. അപ്പം നമ്മൾ കട്ടിലേൽ നിന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ അറിയൊന്നുമില്ലല്ലോ. ജസ്റ്റ് അപ്പോൾ ഈ മണിയുടെ കിൽക്കത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അമ്പുടിക്കുഞ്ഞിൻ്റെ കുലിസെന്ന് പറഞ്ഞാൽ ഒട്ടും കിലുക്കില്ലാത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഫുള്ള് മണികളുള്ള പുതിയ കുലിസ് അമ്പുടിക്കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്പുടിക്കുഞ്ഞ് ഒളിച്ചിരുന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ അമ്പുടിക്കുഞ്ഞിന് ഞാൻ സെലക്ട് ചെയ്ത കുലിസ് ഇതായിരുന്നു കേട്ടോ. എനിക്ക് പണ്ട് തൊട്ട് കുലിസെന്ന് പറയുന്ന ഒരു വീക്ക്നെസ് ആയിരുന്നു. അപ്പോൾ കുഞ്ഞാവയ്ക്ക് ഞാൻ അമ്പുടിക്കുഞ്ഞിന് നല്ല കിലുക്കുള്ള കുലിസ് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. പക്ഷേ കുഞ്ഞാവയുടെ ഇഞ്ചക്ഷൻ എടുത്ത ഹാങ് ഓവറൊക്കെ പോയി കുലിസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് പിടിച്ച് അവളങ്ങ് കളിക്കാനായിട്ട് തുടങ്ങിയിട്ട് പിന്നെ നമ്മുടെ അവിടെയുള്ള ചേട്ടന് ആ കുലിസ് അമ്പുടുവിൻ്റെ കാലയിൽ ഇട്ട് കൊടുത്തു. ആദ്യം കാല് കാണിക്കാൻ ജസ്റ്റ് ഒന്ന് മടിച്ചെങ്കിലും പിന്നീട് കാലങ്ങ് വെച്ച് കൊടുത്തിട്ട് ഇതെന്താ ഈ ചേട്ടൻ ചെയ്യണമെന്നുള്ള ഭാവത്തിൽ പുള്ളിക്കാരി ഇങ്ങനെ ആലോചിച്ച് മറ്റേ കുളിസ് കൈ കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഈ കുളിസ് കാലിൽ വെച്ച് കൊടുത്തപ്പോഴത്തേനും അങ്ങ് അളവ് സൈസ് കറക്റ്റ് ആയിട്ടില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടന് കുളിസിൻ്റെ അളവ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് അളവിൽ നമ്മുടെ കുഞ്ഞിന് കാലയിൽ പാദസരം അണിയിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ഇതേ കുളിസ് ഇടിപ്പിക്കുന്ന ഒരു അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. അങ്ങനെ അമ്പുടിക്കുഞ്ഞിൻ്റെ കാലിൽ പുതിയ പാദസര കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി, അവളും ഹാപ്പിയായിന്ന് വിചാരിക്കുന്നു. കാരണം ഈ മണി നാദങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ ആണെങ്കിൽ അത് അങ്ങനെ കുലിസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അമ്പുടിക്കുഞ്ഞിൻ്റെ എക്സ്പ്രഷനാണ് ഗൈസ് കാണുന്നത്. കാല് കാണിച്ചു തരാനൊക്കെ ഞങ്ങൾ പറയേണ്ടിയില്ല, അവളങ്ങ് സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പുടിക്കുഞ്ഞിന് സുന്ദരി കുലിസെടുത്തു. കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കുലിസിൻ്റെ ബില്ലൊക്കെ പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു കലണ്ടർ കിട്ടിയിട്ടോ. അത് നമ്മുടെ അമ്പുടിക്കുഞ്ഞ് പിടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളാണെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോ വണ്ടിയിലാണ് പോയത്. അങ്ങനെ അമ്പുടിക്കുഞ്ഞും ഞാനും ജമീലാമ്മയും കൂടെ ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ബൈ.